ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വേദഭാഗം എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 28-ാം വാക്യം. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം പെരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. ഒരിടത്ത് ഒരു രാജാവിന് ഭീമാകാരന്മാരായ 10 നായ്ക്കൾ ഉണ്ടായിരുന്നു. തൻ്റെ മന്ത്രിമാർ എന്തെങ്കിലും തെറ്റ് ചെയ്ത് എന്ന് ബോധ്യപ്പെട്ടാൽ അവരെ ഈ നായ്ക്കളെ കൊണ്ട് കടിച്ചു കൊല്ലിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ രീതി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഏതോ ഒരു സുപ്രധാന കാര്യം തീരുമാനിക്കുന്നതിൽ ഒരു മന്ത്രിക്ക് വീഴ്ച പറ്റി. അതിൽ കുപിതനായ രാജാവ് മന്ത്രിയെ നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കുവാൻ ഉത്തരവിട്ടു. ഇത് കേട്ട മന്ത്രി രാജാവിനോട് അപേക്ഷിച്ചു, അല്ലയോ മഹാരാജൻ, ഞാൻ താങ്കളെ 10 വർഷമായി സേവിക്കുന്നതല്ലേ? അടിയന് ഒരു 10 ദിവസം കൂടെ ജീവിക്കുവാനുള്ള അനുവാദം തന്നാലും. രാജാവ് അത് സമ്മതിച്ചു. മന്ത്രി നായ്ക്കളെ സംരക്ഷിക്കുന്ന കാവൽക്കാരൻ്റെ അടുത്ത് ചെന്നു അടുത്ത 10 ദിവസത്തേക്ക് നായ്ക്കളുടെ കാവൽക്കാരനാകുവാൻ ആഗ്രഹമുണ്ടെന്ന് അറിയിച്ചു. ഇത് കേട്ട് അമ്പരന്ന് പോയ കാവൽക്കാരൻ മന്ത്രിയുടെ ആഗ്രഹം സാധിച്ചു. മന്ത്രി എല്ലാ ദിവസവും നായ്ക്കൾക്ക് നല്ല ഭക്ഷണവും വെള്ളവും കൊടുത്തു. അവയെ കുളിപ്പിക്കുകയും അവയുടെ കൂട് വൃത്തിയാക്കി സൂക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ 10 ദിവസം കഴിഞ്ഞു. മന്ത്രിയുടെ ശിക്ഷ നടപ്പാക്കേണ്ട ദിവസം എത്തി. മന്ത്രിയെ നായ്ക്കൾക്ക് മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കുവാൻ രാജാവ് ഉത്തരവിട്ടു. ഭടന്മാർ ഉത്തരവ് അനുസരിച്ചു. പക്ഷേ നായ്ക്കളുടെ കൂട്ടിൽ കണ്ട കാഴ്ച എല്ലാവരെയും അമ്പരപ്പിച്ചു. അതിക്രൂരന്മാരായ ആ നായ്ക്കൾ മന്ത്രിയുടെ മുന്നിൽ വാലാട്ടി സ്നേഹം പ്രകടിപ്പിക്കുന്നു. മന്ത്രിയുടെ കാൽപാദങ്ങൾ അവ നക്കുന്നു. നായ്ക്കളുടെ പെരുമാറ്റം കണ്ട് ഒരു നിമിഷം സ്തബ്ധനായ രാജാവ് ദേഷ്യത്തോടെ അലറി ചോദിച്ചു, ഈ നായ്ക്കൾക്ക് എന്തു പറ്റി? ഇത് കേട്ട മന്ത്രി വിനീതനായി രാജാവിനോട് പറഞ്ഞു, അല്ലയോ മഹാരാജൻ, ഞാൻ താങ്കളെ കഴിഞ്ഞ 10 വർഷക്കാലം സേവിച്ചു. എന്നിട്ടും എന്നിൽ നിന്ന് ആദ്യമായി ഒരു തെറ്റ് സംഭവിച്ചപ്പോൾ താങ്കൾ എനിക്ക് മരണശിക്ഷ വിധിച്ചു. എന്നാൽ കഴിഞ്ഞ 10 ദിവസം ഞാൻ ഈ നായ്ക്കളെ പരിചരിച്ചപ്പോൾ അവ എന്നോട് അതിൻ്റെ നന്ദി കാണിക്കുന്നു, സ്നേഹം കാണിക്കുന്നു. രാജാവിന് തൻ്റെ തെറ്റ് മനസ്സിലായി മന്ത്രിയെ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കി. പ്രിയമുള്ളവരെ, എന്നെയും നിങ്ങളെയും മരണത്തിൻ്റെ പിടിയിൽ നിന്നും രക്ഷിച്ചതായ കർത്താവായ യേശുവിനോട് നാം എത്രമാത്രം നന്ദിയുള്ളവരായി ജീവിക്കുന്നു. ഓരോ നിമിഷവും പാപപങ്കിലമായ നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികളെല്ലാം മൂലം കർത്താവിൽ നിന്നും നാം അകന്ന് നന്ദിയില്ലാത്തവരായി ജീവിക്കുന്നു. ഈ പ്രഭാതത്തിലെ ഈ ചെറിയ കഥയിലൂടെ നമുക്ക് ലഭിച്ചതായിട്ടുള്ള സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവസന്നിധിയിൽ എല്ലായ്പ്പോഴും നന്ദിയുള്ള ഹൃദയത്തോടെ, വിനയമുള്ള ഹൃദയത്തോടെ ആയിരിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, നൽകി തന്ന വലിയ ഉൾക്കാഴ്ചയ്ക്കായി നന്ദിയുടെ സ്തോത്രം. നന്ദിയുള്ള ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. പലപ്പോഴും നന്ദി കെട്ട അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നീ ഞങ്ങൾക്ക് നൽകി തന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾ പലപ്പോഴും വിസ്മരിച്ചു പോയിട്ടുണ്ട്. ദൈവമേ, എല്ലായ്പ്പോഴും അത് ഓർക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. കർത്താവെ, അവിടുന്ന് ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നന്ദിയുള്ള ഹൃദയം ഞങ്ങൾക്ക് അവിടെ നൽകണമേ. ഇന്നത്തെ വചനത്താൽ ഞങ്ങളെ ധന്യരാക്കിയതിനായി സ്തോത്രം. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.